ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് എന്താണെന്നറിയാവോ? നമ്മൾ നാച്ചുറൽ മധുരം, ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന മധുരത്തെ കുറിച്ചാണ്. അത് മധുരം എന്ന് പറയുമ്പോൾ അതിന്റെ പല വെറൈറ്റി ഉണ്ട്, പല ഗുണങ്ങളുള്ള പല ടൈപ്പുകളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? രാഹുൽ എത്തി. ഞാനേ ഇവിടെ നിറയെ കണ്ട ബോൾസിന്റെ പൂ. ഓണാകുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് നിറയെ പൂ, ഓണപ്പൂവിന് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണ്ടായില്ല. നമ്മുടെ ഫാമിനകത്ത് നിറയെ പൂക്കളാ. കഴിഞ്ഞ ഓണത്തിന് കുറെ. അതെ അതെ അതെ. അപ്പൊ ഞാനടാ ഇവിടെ മധുരക്കിഴങ്ങ് ഇതിലേക്ക് പോയപ്പോ നിറയെ മധുരക്കിഴങ്ങ് നിൽക്കുന്നു. 5 വെറൈറ്റി മധുരക്കിഴങ്ങ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറയാം, നമ്മുടെ ഭൂമിക്കടിയിലെ മധുരം എന്ന് പറയാൻ പറ്റുന്ന ഒരു കിഴങ്ങാണല്ലോ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു വന്നപ്പോൾ കറക്റ്റ് സമയത്ത് നീയും എത്തി. അപ്പൊ പിന്നെ ഇനിയിപ്പം അതിന്റെ ആവശ്യമില്ല. പണ്ടൊക്കെ നീ ഓർക്കണ്ട, ഇതിന്റെ കായൊക്കെ പറിക്കുമായിരുന്നു. ഈ ബോൾസിന്റെ കായൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് പൊട്ടിക്കുമായിരുന്നു. എന്നിട്ട് ഇത് പൊട്ടിക്കാനായിട്ട് ഭയങ്കര കൊതി. ഇത് പഴുക്കണം, പഴുത്താലേ ഇത് പൊട്ടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒത്തിരി തയ്യും ഉണ്ടാവും. ഇത് പച്ചയാണ്. ഇത് പച്ചയാണ്. പഴുത്തത് ഞാൻ ഉണ്ടോ നോക്കട്ടെ. കിട്ടിയാ വേണ്ട രാവിലെ. ഇത് നല്ല പഴുത് തൊട്ടപ്പോ തന്നെ അത് തെറിച്ചു. ഇതിങ്ങനെ പല വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമായിരുന്നു ഞങ്ങളൊക്കെ. ഇഷ്ടംപോലെ. അതെ, ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ കേട്ടോ ഈ സാധനം. ഇപ്പൊ കർക്കിടക മാസമൊക്കെയാണ്. ഇനി ഓണ സമയം ഇനി വരുമ്പോഴത്തേക്കും പൂക്കൾക്കൊക്കെ വൻ ഡിമാൻഡാ അല്ലേ? ബന്ദിപ്പൂവിന്, ബോൾസ് പൂവൊന്നും അങ്ങനെ മേടിക്കാം. ബന്ദിപ്പൂവൊക്കെയാണ് അതിന്റെ വെറൈറ്റി ഒക്കെയാണ് നമ്മൾ മേടിക്കാനായിട്ട്. അത്യാവശ്യം നമുക്ക് ഇവിടെ ഓണത്തിന് കൂടാനുള്ളതൊക്കെ. അതെ അതെ, അത് നമുക്ക് പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പൂക്കൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്റെ ഓർമ്മയിൽ നമ്മൾ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കാനായിട്ടാണ് അല്ലേ മധുരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്. അപ്പൊ അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് കഴിക്കാൻ തന്നെ ആ ഒരു വെന്തങ്ങ് ഉടഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഭയങ്കര സോഫ്റ്റ്, അതിങ്ങനെ വെറുതെ അങ്ങ് ഇറങ്ങി പോകും, വായിലേക്കിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങ് അലിഞ്ഞു പോകും. ഭയങ്കര ടേസ്റ്റുമാണ്, ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ. പക്ഷെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അത് നല്ല ക്ലീൻ ചെയ്തിട്ട് തൊലിയോട് കൂടി വേണം കഴിക്കാൻ. തൊലിയാണ് പോഷകം കൂടുതലെന്നാണ് പറയുന്നത്. നമ്മൾ തൊലി കളഞ്ഞിട്ടാണ്, അങ്ങനെയാണ്. അതെ 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 അതെ, അത് ശരിയാ. പക്ഷെ ഇത് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞുണ്ടല്ലോ 5 വെറൈറ്റി ആണുള്ളത്. പക്ഷെ നിങ്ങളുടെ അവിടെ ഇതാണ് കോമൺ ആയിട്ടുള്ളത് അല്ലേ? കുറച്ച് എനിക്ക് കോതമംഗലം സൈഡിലൊക്കെ ഇതാണ് കുറച്ചും കൂടി കോമൺ ആയിട്ട് കാണുന്നതെന്നാ പറഞ്ഞേ. പക്ഷെ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടേക്കുന്നത് ഈ ടൈപ്പാണ് കേട്ടോ. വയലറ്റ് ആണ് അല്ലേ കിഴങ്ങിന്? ഇത് വെള്ളയാണ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് ഞങ്ങളുടെ അവിടെയൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. എന്റെ ചെറുപ്പത്തിലൊക്കെ എന്റെ ഓർമ്മ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന ഇതാണ് ശരിക്കും. പിന്നെ ഞാൻ അല്ല ഇത് 3 അത്രയും പോപ്പുലർ അല്ല. മൊത്തം ഒരു വയലറ്റ് കളറാ, തണ്ട് ഉൾപ്പെടെ കിഴങ്ങും എല്ലാം ഉൾപ്പെടെ. ഇതിന്റെ തണ്ട് വയലറ്റ് കളറാണ്, ഇല ഒരു ഗ്രീനിഷ്, പക്ഷെ അതിന്റെ വെയിനിൽ ഒരു വയലറ്റ് കയറി. പിന്നെ അത് തന്നെയല്ലേ അതിന്റെ ഇലക്കകത്ത് കണ്ടോ, ആ വെയിൻ മൊത്തം വയലറ്റ് അല്ലേ? മേളത്തെ ഇല നോക്കിയാൽ ഒരു വയലറ്റ് ഷെയ്ഡ് കാണുന്നുണ്ട് കണ്ടോ. പക്ഷെ ഈ വെറൈറ്റി എനിക്ക് തോന്നുന്നു മറ്റേതിന്റെ അത്ര സ്പ്രെഡ് ആവുന്നില്ല. അങ്ങേയറ്റം 2-2.5 മീറ്റർ ഒക്കെയാണ് വരുന്നത്. അതിങ്ങനെ പടർന്ന ആ ഒരു 2 നിരയെ ശരിക്കുള്ളൂ. പക്ഷെ അത് അത്ര ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതും അല്ലേ. ഇതൊരു അലങ്കാരപരമായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. കളർ കോമ്പിനേഷൻ ആ ഒരു വെറൈറ്റി ഈ ഒരു വെറൈറ്റി നല്ലൊരു രസമാണ് അത്. പക്ഷേ ഈ ഗ്രീനും ഇതും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴും നല്ല ഭംഗിയാണ്. ശരിക്കും ഈ ഒരു രീതിയിലുള്ള ഈ നമ്മുടെ ഇൻഡോർ ഗാർഡനിലൊക്കെ യൂസ് ചെയ്യുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ശരിക്കും ഇങ്ങനത്തെ ഒരു ടൈപ്പ്. പക്ഷെ ഇത് അത് ചെയ്താൽ പോലും നല്ലൊരു ഭംഗിയാണ്. നന്നായിട്ട് ഹാങ് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി കിടക്കും. അതിങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പ്രത്യേകമായിട്ട് കണ്ണ് പെട്ടെന്ന് ഒന്ന് എന്താ പറയുക ഉടക്കുന്ന ഒരു കളർ. ശരിയാ. നമ്മുടെ കേരളത്തിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരുപാട് മധുരക്കിഴങ്ങ് ഇനങ്ങളുണ്ടല്ലോ. നമ്മുടെ കേന്ദ്ര ഗവേഷണ കേന്ദ്രം അല്ലേ? അതായത് CTCRI കേന്ദ്ര ഗവേഷണ സെൻട്രൽ ട്യൂബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിലാണ് ഈ കിഴങ്ങ്, അതായത് ഇന്ത്യയുടെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് ശ്രീകാര്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ട്യൂബർ ബോക്സിന്റെ. അവിടെയാണ് പല വെറൈറ്റികളും കണ്ടുപിടിക്കുന്നത്, വികസിപ്പിച്ചെടുക്കുന്നത് അവിടെയാണ്. അതിന്റെ കുറെ വെറൈറ്റി ആണ് തോന്നുന്നു. ഞാനിങ്ങനെ നോക്കിയപ്പോ കണ്ടായിരുന്നു. എല്ലാം ശ്രീ ചേർത്തിട്ടാണ്. അതായിരിക്കും ശ്രീകാര്യം എന്നുള്ളത് കൊണ്ടാണോ നമ്മുടെ കേരളത്തിന്റെ ഇതുകൊണ്ടാണോ ശ്രീ എന്ന് ചേർത്തേക്കുന്നതെന്ന് നമുക്കറിയില്ല. ശ്രീ ചേർത്താണ് തുടങ്ങുന്നത്. ശ്രീ നന്ദന, കുറെ ആൾക്കാരുടെ പേരുകളിലാണ്. ശ്രീ അരുൺ, അതെ, കാഞ്ഞങ്ങാട്, അങ്ങനെ പല വെറൈറ്റികള് നമ്മളിങ്ങനെ വായിച്ചു നോക്കിയതാണ്. അപ്പൊ ഇങ്ങനെ കണ്ടതാണ്.
നമ്മുടെ എന്താണ് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത കുറേ മധുരക്കിഴങ്ങിൻ്റെ വെറൈറ്റികളുണ്ട്. അതിന് കുറേ കളർ കോമ്പിനേഷൻ പറയുന്നത്. പുറത്ത് വെള്ളയാണെങ്കിൽ അകത്ത് പർപ്പിൾ കളർ വരുന്നുണ്ട്, ഓറഞ്ച് കളർ വരുന്നുണ്ട്. അങ്ങനെ പല വെറൈറ്റി കളറിൽ വരുന്ന മധുരക്കിഴങ്ങുകളുണ്ട്. നാടൻ മുതൽ ന്യൂജൻ വരെയുള്ള 2K വരെയുള്ള മധുരക്കിഴങ്ങുകൾ നമ്മുടെ ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മധുരക്കിഴങ്ങ് കഴിക്കുന്നതുകൊണ്ടുള്ള ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. കാരണം നാരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫൈബർ കണ്ടന്റ് ഒരുപാട് കിട്ടുന്നുണ്ട്. പിന്നെ മധുരം ഷുഗറുകാർക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഒരു പരിധി വരെയൊക്കെ നമുക്ക് നാച്ചുറൽ ഷുഗർ ആയതുകൊണ്ട് കഴിക്കാൻ പറ്റും. പിന്നെ ചെറിയ ഏരിയയിൽ വരെ കൃഷി അതെ, നമ്മുടെ കേരളത്തിന്റെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കോട്ടയത്ത് അങ്ങനെ കേട്ടില്ല, ഇടുക്കി, പാലക്കാട് ഇറങ്ങിപ്പോ. അതെ അതെ അതെ, നീർവാഴ്ചയുള്ള മണ്ണ്, ഇളക്കമുള്ള മണ്ണായിരിക്കണം. ഷേപ്പ് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തില് ഇത് കൃഷി ചെയ്യാനായിട്ട് നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു നമുക്ക് പോഷകങ്ങൾ കൂടുതൽ കിട്ടാൻ നമ്മുടെ അതെ 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 അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതലും കൃഷി ചെയ്യുന്നത്. ഇവിടെ ഈ കേരളത്തിൽ ഇപ്പൊ സെയിലൊക്കെ വലിയ കിഴങ്ങൊക്കെ മിക്കതും തമിഴ്നാട്ടിൽ നിന്നൊക്കെ. അതെ, നമ്മുടെ കേരളത്തിൽ രാസവളം ഇട്ട് ഉണ്ടാകുന്നതാണ്, നമ്മുടെ നാച്ചുറൽ അല്ല, പുറത്തുനിന്ന് വരുന്നതാണ്. കാണുള്ളൂ. ഇപ്പൊ ഈയിടയ്ക്കൊക്കെ ഇങ്ങനെ പറയണേട്ടോ, അട്ടപ്പാടിയിലൊക്കെ ഇതിന്റെ കൃഷികൾ കാരണം അവിടെയുള്ള ആൾക്കാർക്ക് പോഷകാഹാരം കുറവായതുകൊണ്ട് ഇതിന്റെ കൃഷി ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അട്ടപ്പാടി ഭാഗത്തൊക്കെ. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം ഒത്തിരി സുലഭമായിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ സൂപ്പർ മാർക്കറ്റ് കൊതിയോടെ പോയി മേടിക്കും. പണ്ടങ്ങനെയല്ല, പണ്ടൊക്കെ വീട്ടിൽ പുഴുങ്ങിട്ട് തിന്നടാന്ന് പറഞ്ഞ ഉണ്ടാക്കി തിന്നാ പോലും ആരും തിന്നത്തില്ല. ഇപ്പൊക്കെ പക്ഷെ അതിനകത്തൊരു മെയിൻ കാരണം എന്താണെന്നറിയാമോ? ഇതിന്റെ തൊലി പൊളിച്ചെടുക്കണ്ടേ, അതൊരു വലിയ കഷ്ടപ്പാടുള്ള പണിയായിരുന്നു. തൊലി പൊളിക്കണം, ചവയ്ക്കണം, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായത്. പിന്നെ ഇതിന്റെ ഒരു ഗുണങ്ങളെ കുറിച്ചൊന്നും അന്നത്തെ ആ ഒരു ചെറുപ്പകാലത്ത് ഇതിന് വലിയ ബോധവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടുകാർ കൊണ്ടത് നിർബന്ധിച്ച് തന്നാലും നമ്മൾ കഴിക്കത്തില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് അതിനോടൊക്കെ ഭയങ്കര ഒരു കൊതിയാണ് കഴിക്കാനായിട്ട്. വീടുകളിൽ കൃഷി ഉണ്ട്, ഞങ്ങൾക്കൊക്കെ പാടം ഇപ്പോഴും പാടമുണ്ട്. ഉള്ള സമയത്ത് ഇപ്പൊ ഒരു 3-4 വർഷമൊക്കെ മുന്നേ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതായത് ഈ പയറിടും, കുറ്റിപ്പയർ ഇടുന്നതിന്റെ ഇടയ്ക്ക് ഈ മധുരക്കിഴങ്ങ് ഇടവേളയായിട്ട് ഇടും. അപ്പൊ അതിന്റെ ഒരു പീരീഡ് കഴിയുമ്പോ ഇതും നമുക്ക് പാലക്കാട് വാഴയുടെ ഒക്കെ ഇടയ്ക്ക് മധുരക്കിഴങ്ങ് ചെയ്യുന്ന ഇടവേളയായിട്ട്, കൂർക്ക അതുപോലെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇടവേളയായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അത്യാവശ്യം വെളിച്ചവും കാര്യങ്ങളും വേണം. നെൽകൃഷി ചെയ്യുമ്പോഴത്തേക്ക് അതിനുശേഷം ചില സ്ഥലങ്ങളിൽ പാടത്ത് പയർ കൃഷി ചെയ്യുന്നില്ലേ. അപ്പൊ അതുപോലെ ശരിക്കും ഒരു രീതിയാണ്. അതായത് ഇതില് ഈ പയറിന്റെ ഇല എന്ന് പറയുമ്പോൾ അതിലൊരു നൈട്രജന്റെ ഒരു കണ്ടന്റ് ഉണ്ട്. അത് മണ്ണിലേക്ക് അലിഞ്ഞു വരും. അതൊരു ഓർഗാനിക് മാനുവർ ആയിട്ട് അതിലേക്ക് ഇരിക്കും. അപ്പൊ അത് അടുത്ത കൃഷിക്ക് അത് പ്രയോജനപ്പെടുന്നത്. അതെ, അതൊക്കെയാണ് ജൈവ കൃഷിയുടെ പ്രധാന തത്വങ്ങളാണ് ഈ പറഞ്ഞ നെൽകൃഷി കഴിഞ്ഞ് പയറിടുക, അല്ലെങ്കിൽ ഇപ്പൊ വാഴ നടുമ്പോൾ അതിന്റെ ചുവട്ടിൽ പയറിടുക എന്നുള്ള അതിന്റെ പ്രധാന തത്വങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ. പക്ഷെ നല്ല വിളവും കിട്ടും. പയറിനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ള, ഇത് ഉണക്കി വെച്ച് വിത്താക്കിയിട്ടുള്ള 800,000 ഒക്കെ വിലയുണ്ട്. അതല്ലാത്ത പക്ഷം ഇത് ഒലത്ത് തിന്നാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ശരിയാ, നമ്മള് നീളം പയർ കഴിക്കുന്നതിനെക്കാട്ടിൽ കുറ്റിപ്പയർ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. നമ്മള് കഥയെന്ന് മാറിപ്പോയി, മധുരക്കിഴങ്ങ്. അപ്പൊ നമ്മൾ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റും. പക്ഷെ എന്ത് കഴിച്ചാലും ഓവറായിട്ട് കഴിക്കാൻ പാടില്ല. കാരണം ഈ മധുരക്കിഴങ്ങിന് പ്രത്യേകത ഉണ്ട്, ഗ്യാസ് ട്രബിൾ ഉണ്ടാവും, വയറുവേദന ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെയാണ്, പണ്ടൊക്കെ ഈ മധുരക്കിഴങ്ങ് കഴിച്ചാൽ ഓവറായിട്ട് കഴിക്കുമ്പോൾ പിള്ളേർക്കൊക്കെ വയറുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അത് സെയിം തന്നെ ആയിരിക്കും. പിന്നെ നമുക്കിതിന് നമ്മുടെ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധങ്ങളുടെ കലവറയാണ്. ഔഷധ ഗുണം വളരെ കൂടുതലാണ്, എല്ലാം തന്നെ ഔഷധ ഗുണം കൂടുതലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ തോന്നുന്നു അല്ലേ? കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാം. കാരണം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്, പഠനങ്ങൾ പറയുന്നത്. കാരണം മധുരം ഉണ്ടെന്ന് പറഞ്ഞാൽ നാച്ചുറൽ മധുരം അല്ലേ, ഷുഗറുകാർക്കും ചെറിയ അളവിൽ കഴിക്കാൻ പറ്റും. ഹൈ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം കഴിക്കുക. പിന്നെ നല്ല മധുരമുള്ള പല വെറൈറ്റികൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ല മധുരമുള്ള കിഴങ്ങുകളുണ്ട്. അതെ അതെ, അതിൻ്റെതായ കളർ വ്യത്യാസം അതേപോലെ ടേസ്റ്റ് വ്യത്യാസം ഒക്കെ ഉണ്ട്. പക്ഷെ ഫൈബർ കണ്ടന്റ്, നാരുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇതിൽ. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ബീറ്റാ കരോട്ടിൻ ഇല്ലേ, ബീറ്റാ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബീറ്റാ കരോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച, വിറ്റാമിൻ എ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കും. അപ്പോൾ അത് പറഞ്ഞാലും തീരാത്തത്ര ഔഷധ ഗുണങ്ങൾ നമ്മുടെ ഈ മധുരക്കിഴങ്ങിനുണ്ട്. പക്ഷെ എന്നാ പറഞ്ഞാലും ഓവറായിട്ട് ഒരു സാധനവും നമുക്ക് കഴിക്കാനും പറ്റില്ല. കാരണം എന്ത് സാധനവും നമ്മൾ കഴിക്കുമ്പോൾ മിതമായ അളവിൽ മാത്രം കഴിക്കുക. നമുക്ക് ഡെയിലി കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് കഴിക്കുമ്പോഴും അത് മിതമായ അളവിൽ
മാത്രം കഴിക്കുക. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ. അതെ, എന്തെങ്കിലും അലർജികളോ അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിൽ മരുന്ന് കഴിക്കുമ്പോൾ അത് എന്തെങ്കിലും റിയാക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ട് മാത്രം ഇത് കഴിക്കുക. അപ്പോൾ രാവിലെ ഒരുപാട് നമ്മുടെ കുട്ടിക്കാലത്തെ ഭയങ്കര നൊസ്റ്റാൾജിയുള്ള ഒരു സാധനമാണല്ലേ നമ്മുടെ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്. നമുക്കെല്ലാം ചെറുപ്പത്തിൽ, കാരണം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കഴിക്കാൻ വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ടിരുന്നൊരു ഭക്ഷണ സാധനമാണ്. പക്ഷെ അന്ന് അതിൻ്റെ ഔഷധ ഗുണങ്ങൾ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം നമുക്ക് ഔഷധ ഗുണങ്ങൾ അറിയാമെങ്കിലും നമുക്കിത് കിട്ടണമെങ്കിൽ ഇപ്പം കടയിൽ പോയി വാങ്ങേണ്ട അവസ്ഥ. എനിക്കൊന്ന് ഇതിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ ചെയ്യാൻ പറ്റുമോ? കാരണം അതനുസരിച്ച് അതിന്റെ വളർച്ച അതിനകത്ത് കിഴങ്ങും ഉണ്ടാവുന്നു അല്ലേ, കിഴങ്ങ് കാണത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു 5 വെറൈറ്റി മധുരക്കിഴങ്ങ് കണ്ടപ്പം അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും.